നമസ്കാരം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് എ. സുരേഷ് കോൺഗ്രസ് വേദിയിലെത്തിയത് കോൺഗ്രസിന് കൂടുതൽ ആത്മവിശ്വാസം പകരുകയാണ്. ഇന്നലെ പാലക്കാട് നടന്ന പുതുയുഗ യാത്രയിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സുരേഷിനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. മലമ്പുഴയിൽ UDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് സുരേഷിന്റെ ഈ നീക്കം. എന്നാൽ അദ്ദേഹം മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. പങ്കെടുക്കുന്നതിന് മുൻപ് വരെ അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞാൻ കോൺഗ്രസിൽ ചേരില്ല, ഒരു പാർട്ടിയിലും ചേരില്ല, പുതുയുഗ യാത്രയിൽ പങ്കെടുക്കും. പ്രതിപക്ഷ നേതാവ് ക്ഷണിച്ചിരുന്നു, രമേശ് ചെന്നിത്തലയും ക്ഷണിച്ചിരുന്നു. എൻ്റെ സ്വതന്ത്ര നിലപാട് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നയാളാണ്. കാരണം ഇടതുപക്ഷ മനസ്സ് കേരളത്തിലുണ്ടാകണം, ഇടതുപക്ഷം ശോഷിക്കാൻ പാടില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തത്. CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട് 13 വർഷത്തിന് ശേഷമാണ് സുരേഷ് കോൺഗ്രസ് വേദിയിലെത്തുന്നത്. 13 വർഷത്തെ വേദന മാറിയെന്നും VS-നുള്ള ശിക്ഷയാണ് തനിക്ക് ലഭിച്ചതെന്നും അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. CPM-നെ സ്നേഹിക്കുന്നവർ പോലും നിലവിലെ ഭരണത്തിൽ അതൃപ്തരാണെന്നും സുരേഷ് ആരോപിച്ചു. അങ്ങനെ CPM-നോടുള്ള തന്റെ നിലപാടെന്തെന്നും അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചു. ഇന്നലെ വരെ താൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദം വളരെ വലുതാണെന്നും ഇടതുപക്ഷത്തിന്റെ അപജയമാണ് തന്നെ മാറി ചിന്തിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. വി.എസ്. അച്യുതാനന്ദന് പാർട്ടി നൽകിയ ക്യാപിറ്റൽ പണിഷ്മെന്റ് തനിക്ക് ലഭിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 13 വർഷമായി അനുഭവിച്ച വേദന ഇന്ന് അവസാനിച്ചതായും അദ്ദേഹം ഇന്നലെ പറഞ്ഞു. നെഹ്റുവിൻ സോഷ്യലിസത്തിലൂടെ യഥാർത്ഥ ഇടതുപക്ഷ മൂല്യങ്ങൾ നടപ്പിലാക്കുന്നത് ഇപ്പോൾ UDF ആണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷമല്ലാതായി മാറി. കേരളത്തിൽ ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് UDF ആണെന്നും ഈ സർക്കാർ തുടരണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ടെന്നും അദ്ദേഹം വേദിയിൽ പറഞ്ഞു. മലമ്പുഴയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അത് UDF നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. സുരേഷിനൊപ്പം ഇടതു സഹയാത്രികനായിരുന്ന ഹസ്കറും പുതുയുഗ യാത്രയുടെ വേദിയിലെത്തി UDF-നൊപ്പം ചേർന്നു. CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടുത്തിടെ നടത്തിയ പ്രസ്താവനയാണ് മലമ്പുഴയിൽ UDF സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സുരേഷിന്റെ തീരുമാനത്തിന് പിന്നിൽ. പുറത്താക്കിയവരെ തിരിച്ചെടുക്കില്ലെന്നും എത്ര അപ്പീൽ നൽകിയാലും ഫലമില്ലെന്നായിരുന്നു ഗോവിന്ദന്റെ പ്രസ്താവന. 2013 മെയ് 12, 13 തീയതികളിൽ ചേർന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗമാണ് എ. സുരേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പാർട്ടി കമ്മിറ്റിയിലെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി, VS-ന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വാർത്തകൾ നിർമ്മിച്ച് മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്തു എന്നിവയായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റങ്ങൾ. CPM-ന്റെ മുതിർന്ന നേതാക്കളായ വൈക്കം വിശ്വൻ, A. വിജയരാഘവൻ എന്നിവരടങ്ങിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമായിരുന്നു ഈ നടപടി. നേരത്തെ മത്സരിക്കുകയാണെങ്കിൽ മലമ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും കോൺഗ്രസിലേക്ക് പോകില്ലെന്നും സുരേഷ് വ്യക്തമാക്കിയിരുന്നു. ഇടതുപക്ഷ മനസ്സുള്ള നിരവധി പേർ തന്റെ കൂടെയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. VS-ന്റെ തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റിനെ തന്നെ കളത്തിലിറക്കിയാൽ അട്ടിമറി വിജയം നേടാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. എന്നാൽ മലമ്പുഴയിൽ VS-ന്റെ മകൻ VA അരുൺകുമാറിനെ LDF സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. VS-ന്റെ തട്ടകത്തിൽ ആ കുടുംബത്തോടുള്ള സ്നേഹവും രാഷ്ട്രീയവും കൂടിക്കൊഴിഞ്ഞു കിടക്കുമ്പോൾ അരുൺകുമാറിനെ ഇറക്കി സുരേഷിന്റെ വഴിയടയ്ക്കാനാണ് CPM-ലെ ഒരു വിഭാഗത്തിന്റെ പദ്ധതി. അരുൺകുമാറിനെതിരെ സുരേഷ് മത്സരിക്കില്ലെന്നും CPM കരുതുന്നു. BJP-ക്ക് അതിശക്തമായി സ്വാധീനമുള്ള മലമ്പുഴയിൽ VS വികാരം ശക്തമാക്കിയാണ് CPM ലക്ഷ്യം. കേരളത്തിലുടനീളം VS അനുകൂലികൾ CPM-ന് മുന്നിൽ അണിനിരക്കുമെന്നാണ് പ്രതീക്ഷ. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലം കൂടിയാണ് മലമ്പുഴ. EK നായനാരും VS അച്യുതാനന്ദനും വിജയിച്ചു വന്ന ചരിത്ര പ്രാധാന്യമുള്ള മണ്ഡലമാണിത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ A. പ്രഭാകരൻ 25,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് മണ്ഡലം നിലനിർത്തിയത്. ഈ സാഹചര്യത്തിൽ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അന്തിമ തീരുമാനം രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്കിടെ മാനുഷികമായ ഒരു ഇടപെടലിനും ഇന്നലെ സമാപന വേദി സാക്ഷ്യം വഹിച്ചു. ചികിത്സയ്ക്കിടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന വിനോദിനിക്ക് വീട് വെക്കുന്നതിനായി ഭൂമിയുടെ രേഖകൾ വി.ഡി. സതീശൻ കൈമാറി. വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു.